കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിരലിനു പകരം നാവിൽ ശസ്ത്രക്രിയ. 4 വയസ്സുകാരിക്കാണ് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയത്. കയ്യിലെ 6ാം വിരൽ നീക്കാനാണ് കുട്ടി മെഡിക്കൽ കോളേജിലെത്തിയത്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തും. ഷിത ജഗത്തുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി. ഷിത, ഗുരുതരമായ അനാസ്ഥ എന്ന് വേണം പറയാൻ. ഇത്തരമൊരു സംഭവം ഉണ്ടായി, ആരോഗ്യമന്ത്രി അടക്കം ഇടപെട്ട് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് പരാതിയില്ല എന്ന് പറയുന്നത് കുട്ടിയുടെ രക്ഷിതാക്കൾ? ഏജൻസി സൂചിപ്പിച്ച പോലെ തന്നെ ഗുരുതരമായ കൃത്യവിലോപം തന്നെയാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം ഇത്തരമൊരു വീഴ്ച ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. പരാതി ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത്തരമൊരു വീഴ്ച ഇനി ഉണ്ടാകാൻ പാടില്ല. കാരണം കൈയുടെ വിരലിന് 6 വിരലുണ്ട് ആ കുട്ടിക്ക്. ആ കുഞ്ഞിന്റെ 6ാമത്തെ വിരൽ ശസ്ത്രക്രിയ ചെയ്ത് നീക്കം ചെയ്യാൻ വേണ്ടിയാണ് അവർ ഡോക്ടറെ കാണിച്ചിരിക്കുന്നത്. രാവിലെ പീഡിയാട്രിക് സർജറിയിലേക്ക് മാറ്റി അതിനുവേണ്ടിയുള്ള സർജറിക്ക് വേണ്ടി കുഞ്ഞിനെ കൊണ്ടുപോവുകയും ചെയ്തു. തിരിച്ച് വാർഡിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് വായയിൽ പഞ്ഞി വെച്ച നിലയിൽ പഞ്ഞി കണ്ടത്. അപ്പോഴാണ് നഴ്സിനോട് ചോദിച്ചിരിക്കുന്നത്, കുഞ്ഞിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അത് കഴിഞ്ഞല്ലോ എന്നുള്ളതാണ്. അപ്പോൾ നാവിന് ശസ്ത്രക്രിയ നടത്തിയെന്ന് അവർ അപ്പോൾ പറയുന്നു. എന്നാൽ വിരലിനാണല്ലോ ശസ്ത്രക്രിയ നടത്താൻ പറഞ്ഞിരുന്നത്, അതിനാണല്ലോ കൊണ്ടുപോയത് എന്നുള്ളത് വീട്ടുകാർ ചോദിക്കുകയും ചെയ്തു. ആ സമയത്താണ് ഇത് പറ്റിയത് ഒരു വീഴ്ചയാണ്, അല്ലെങ്കിൽ അമളി പറ്റിയിട്ടുണ്ട്, ചെയ്യേണ്ട കാര്യമല്ല ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഡോക്ടർമാർക്ക് മനസ്സിലാകുന്നത്. അതിനെ തുടർന്ന് ആ കുഞ്ഞിനെ വീണ്ടും സർജറിയിലേക്ക് കൊണ്ടുപോവുകയും 6ാം വിരൽ നീക്കം ചെയ്യുകയും ചെയ്തു. ഇതിൽ ഇപ്പോൾ പരാതിയില്ല എന്ന് ബന്ധുക്കൾ പറയുന്നത്. ഡോക്ടർമാർ ബന്ധുക്കളോട് പറഞ്ഞിരിക്കുന്നത് ഈ കുഞ്ഞിന്റെ നാവിന് അടിയിൽ ഒരു കെട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ സംസാരിക്കാൻ ഭാവിയിൽ അത് സംസാരിക്കാനോ മറ്റോ ബുദ്ധിമുട്ടുണ്ടാകാവുന്ന രീതിയിലുള്ള ഒരു കെട്ടുണ്ട്. ആ കെട്ടിന് സാധാരണ രീതിയിൽ കുട്ടികളെല്ലാം തന്നെ ശസ്ത്രക്രിയ നടത്താറുള്ളതാണ്. ഈ കുഞ്ഞ് കരഞ്ഞപ്പോൾ അത്തരത്തിലുള്ള ഒരു കെട്ട് ഡോക്ടർ കാണുകയും അത് ശസ്ത്രക്രിയ നടത്തുകയുമാണ് ഉണ്ടായത്. ഭാവിയിൽ എന്തായാലും നിങ്ങൾ അത് ചെയ്യേണ്ട ഒരു ശസ്ത്രക്രിയ ആയിരിക്കും, അത് ചെയ്തു എന്നുള്ളതാണ് ഡോക്ടർമാർ ഇവരോട് അറിയിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരാതി ഇല്ല എന്നുള്ളത് പറയുന്നത്. ഈ കുഞ്ഞിന് വായിൽ മറ്റെന്തെങ്കിലും തരാറുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് ബന്ധുക്കളൊന്നും ആ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പരാതിയില്ല എന്നുള്ള കാര്യം ബന്ധുക്കൾ പറയുന്നുണ്ട്. അത് പോലീസിനെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന ഒരു സംഗതിയല്ല എന്നുള്ളതാണ്. പരാതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വരുന്ന ഒരു രോഗിയെ മാറി ശസ്ത്രക്രിയ നടത്തുക, അത് ഒരു ബന്ധവുമില്ലാത്ത കൈവിരലിന് ശസ്ത്രക്രിയ നടത്താൻ വരുന്ന രോഗിയെ വായിലെ നാവിൽ ശസ്ത്രക്രിയ നടത്തുക വളരെ വിചിത്രമായ ന്യായീകരണമായി തോന്നുന്നുണ്ട്. എന്തായാലും വിരലിന് ശസ്ത്രക്രിയ ചെയ്യാനായി കയറ്റിയപ്പോൾ നാവിന് ഇത്തരം ഒരു പ്രശ്നം കണ്ടു. അപ്പോൾ പിന്നെ വിരലിന്റെ ശസ്ത്രക്രിയ മാറ്റി പിന്നീട് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുക എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു ഡോക്ടർ രക്ഷിതാക്കളോട് ചോദിക്കാതെ എടുക്കേണ്ട തീരുമാനമാണ്. ഇതൊക്കെ അനാസ്ഥ മറച്ചു വെക്കാനുള്ള വെറും വിശദീകരണങ്ങൾ മാത്രമല്ലേ? തീർച്ചയായും ജിൽസി, അങ്ങനെ തന്നെ വേണം അതിനെ കരുതാൻ. കാരണം ഇത്തരം ഒരു ഗുരുതരമായ കൃത്യം ഉണ്ടായപ്പോൾ എന്തായാലും നിങ്ങൾ പിന്നീട് ചെയ്യേണ്ടി വരും. ഒരു ശസ്ത്രക്രിയ ചെയ്താൽ മറ്റൊരു ശസ്ത്രക്രിയ ഫ്രീ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ കേൾക്കാറുണ്ട്. അതേ രീതിയിൽ തന്നെ ഇത് നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ ശസ്ത്രക്രിയ നിങ്ങൾക്ക് ചെയ്തു തന്നു എന്നുള്ളതേ ഉള്ളൂ എന്ന് ഡോക്ടർമാർ പറയുന്നു. പക്ഷേ ഈ കുഞ്ഞിന്റെ ബന്ധുക്കൾ മറ്റ് കാര്യങ്ങളൊന്നും വേണ്ട, പരാതിയിലേക്കൊന്നും പോകുന്നില്ല, മുന്നോട്ട് നീങ്ങുന്നില്ല. ഇതെന്തായാലും ഇത്തരം കാര്യങ്ങൾ ഡോക്ടർമാർ പറയുകയാണ്, അതുകൊണ്ട് വേണ്ടി വരും എന്നുള്ള കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പരാതിയില്ല എന്ന് പറയുന്നത്. എന്തായാലും ഇതിന് ആരോഗ്യവകുപ്പ് കൃത്യമായി തന്നെ വളരെ ഗുരുതരമായി കാണുന്നുണ്ട്. നടപടി എടുക്കുമെന്നുള്ള കാര്യം ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഡോക്ടർമാരുടെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായും രക്ഷിതാക്കൾക്ക് പരാതിയില്ലെങ്കിലും ആരോഗ്യവകുപ്പ് സംഭവത്തെ വളരെ ഗൌരവകരമായി തന്നെ എടുത്തിട്ടുണ്ട്. അത് വിശദമായ ഒരു അന്വേഷണം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഷിത ജഗത്താണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.